നമ്മുടെ ഒപ്പം ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ആര് ഞാൻ ഇവിടെ ഇരിക്കാം. ഓക്കെ, എന്താണ് പേര് ഗിറ്റാറിസ്റ്റ്? ആരോൺ. ആരോൺ ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത്? വെസ്റ്റേൺ ഗിറ്റാർ. വെസ്റ്റേൺ ഗിറ്റാറിലെ ഏതാ സ്കൂള്? സിൽവർ ഹിൽസ്, അവിടെ കോഴിക്കോട്. എന്നിട്ട് റിസൾട്ട് എന്താണ്? എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് പിന്നെ അത് സെറ്റാണല്ലോ. എ ഗ്രേഡ് ഇല്ലാണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുമോ എന്നുള്ള ചോദ്യം. എത്ര നാളെ മത്സരിക്കുന്നു? ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. ഗിറ്റാർ എത്ര നാളെ പഠിക്കുന്നു? 2 വർഷം. 2 വർഷം. ഓക്കെ, അപ്പൊ നമ്മൾ അധികം സമയം നീട്ടുന്നില്ല, നമുക്കൊന്ന് കേട്ടാലോ? ഓക്കെ, റെഡി. എന്ത് പീസാണ് വായിക്കാൻ പോകുന്നത്? ആന്റി മൈക്കിന്റെ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പീസ്. ഓക്കെ, ഡ്രിഫ്റ്റ് ചെയ്യാം. എന്താ പറയാ, എല്ലാം കൂടി ഒരു മിക്സ് ആണല്ലോ. ഒരു ഗിറ്റാറിൽ തന്നെ ഒരു ഡ്രം ബോക്സും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതാണ് ഡ്രിഫ്റ്റിംഗ്. ഈ മത്സരിച്ചപ്പോൾ ഏത് പീസാണ് ചെയ്തത്? മത്സരിച്ചപ്പോൾ ഡ്രിഫ്റ്റിംഗും വായിച്ചിരുന്നു. 3 ഗിറ്റാർ വെച്ചിട്ടായിരുന്നു ചെയ്ത്. ഇലക്ട്രിക്കും, ഒരു അക്കോസ്റ്റിക്കും, പിന്നെ ഒരു ക്ലാസിക് ഗിറ്റാർ. അപ്പോ ഇറങ്ങിയപ്പോ തന്നെ ഒരു റിയാക്ഷൻ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് സ്റ്റേറ്റ് പോയതായതുകൊണ്ട്. അപ്പം ഇറങ്ങിയപ്പം നല്ലോണം വായിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങളൊപ്പം ഗിറ്റാറൊക്കെ വായിച്ച് അടിപൊളിയാക്കിയത് കേട്ടോ. എന്തായാലും കോഴിക്കോടിന് ഇത്തവണ കപ്പടിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു പങ്ക് ആരോണിന്റെ കൂടിയാണ്. കോഴിക്കോട് ജില്ലയിലുള്ള മറ്റൊരു 1001 ടീം കേട്ടോ. അപ്പൊ എന്തായാലും ഈ കലോത്സവ രീതിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അവസാനിക്കുന്ന സമാപന ദിനമായതുകൊണ്ട് ഇവിടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അനൗൺസ്മെന്റ് ആരംഭിച്ചു. 9:30 തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. ടൈം പാലിക്കുന്നതിൽ ഇത്തവണ അത്യാവശ്യം ശ്രദ്ധയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ കലോത്സവ വേദിയിലെ ഈ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കലാകാരവും തൽക്കാലത്തേക്ക് ഈ രാവിലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ കലാകാരവം ഇല്ല. അതിന്റെ പ്രേക്ഷകർക്കും ഈ കലാപ്രകടനങ്ങളും ഇവരുടെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ആരവം അവസാനിക്കുകയാണെന്നുള്ള വിഷമം ഉണ്ടാകും.